ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നത്. ക്യാൻസറിനെക്കുറിച്ച് ആളുകളിൽ അവബോധം വളർത്തുകയും രോഗത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ തുടച്ചു നീക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ക്യാൻസർ ദിനത്തിന്റെ ആശയം. ഇന്ന് ലോക ക്യാൻസർ ദിനം. ഈ വർഷം 2025 നമ്മുടെ വേൾഡ് ക്യാൻസർ ഡേയുടെ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് വെച്ചാൽ ഓരോ ക്യാൻസർ പേഷ്യൻസും ഓരോ മാതിരിയാണ്. സപ്പോസ് 2 പേഷ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പേഷ്യൻ്റ് എ, ഒരു പേഷ്യൻ്റ് ബി. ആ പേഷ്യൻ്റ് എക്കും ബിക്കും ഒരേ ക്യാൻസറാണ്, ഒരേ സ്റ്റേജാണ്. എന്നിരുന്നാലും പേഷ്യൻ്റ് എക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ബിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമായിരിക്കും. കാരണം ഒരാൾക്കൊരു ക്യാൻസർ ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിന് മാത്രമാണ് ബാധിക്കുന്നത്. അത് അവരുടെ മനസ്സിനെയും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെയും പേഴ്സണൽ സ്റ്റാറ്റസും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും എല്ലാത്തിനെയും ബാധിക്കുന്നു. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ പേഷ്യൻറ്റിനും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ചെയ്യണമെന്നാണ്. അറ്റ് ദ സെയിം ടൈം എല്ലാ പേഷ്യൻസിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഡോക്ടർമാർ, നഴ്സുമാർ, സയൻറ്റിസ്റ്റ്സ്, ബാക്കി ഹെൽത്ത് കെയർ ഡെലിവറി ഇൻവോൾവ് ചെയ്ത എല്ലാവരും ഒരുമിച്ച് വന്ന് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ നമുക്ക് വിജയിക്കാനാവുള്ളൂ. അതാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന കോൺസെപ്റ്റ്. നമ്മൾ ഈ വർഷത്തെ ക്യാൻസർ ടാഗ്ലൈൻ ടാക്സ് നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന മുഴ പെട്ടെന്ന് സൈസ് കൂടുന്നോ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് വെയിറ്റ് ലോസ്, കഴിഞ്ഞ 6 മാസത്തിനകത്ത് ഒരു 10 കിലോ 6 കിലോ കൂടുതൽ വെയിറ്റ് ലോസ് അൺഎക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വേണം വെച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നതല്ല, അല്ലാണ്ട് വെയിറ്റ് ലോസോ, അല്ലെങ്കിൽ പെട്ടെന്ന് ജോണ്ടിസ് വരിക, അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ബ്ലീഡിങ്, പീരിയഡ്സ് അല്ലാതെ ബ്ലീഡിങ് വരെ അൺഎക്സ്പ്ലെയിൻഡ് ഉണ്ടെങ്കിൽ ഉടനടി മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. അതിനനുസരിച്ച് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്ക് ക്യാൻസർ വാക്സിൻസിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ എഫക്റ്റീവായിട്ട് വാക്സിൻസ്, എഫക്റ്റീവ് ആസ് വെൽ ആസ് ഗുഡ് ക്വാളിറ്റി ചീപ്പ് വാക്സിൻസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി സർവൈക്കൽ ക്യാൻസർ, അതൊക്കെ വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എല്ലാ സ്ത്രീകളും വാക്സിൻസ് എടുക്കണം. അതേപോലെ തന്നെ വേറെ വാക്സിൻസിനെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ നമുക്ക് എന്തായാലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് thereby we all can win against cancer. So once again, this year's World Cancer Day team is united by unique. Thank you.